ഹലോ സ്റ്റുഡൻസ്, LICൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഓർഡർ ആക്റ്റീവ് ഹൈ പാസ് ബട്ടർവർത്ത് ഫിൽറ്ററാണ്. അതായത് ഹൈ പാസ് ഫിൽറ്റർ ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ടിൽ എല്ലാ ഫ്രീക്വൻസി സിഗ്നൽ കൊടുത്താലും ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ മാത്രം സെലക്ട് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അന്നേരം ലോ ഫ്രീക്വൻസിക്ക് കാര്യമായ ഗെയിനൊന്നും അത് പ്രൊവൈഡ് ചെയ്യില്ല. ഔട്ട്പുട്ട് കിട്ടുന്നതും അറ്റുനേറ്റഡ് ആയിട്ടായിരിക്കും. കുറഞ്ഞ സിഗ്നൽ മാത്രമേ ഔട്ട്പുട്ടിലുണ്ടാവുള്ളൂ. അതേസമയം ഹൈ ഫ്രീക്വൻസി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് മുകളിലുള്ള എല്ലാ ഹൈ ഫ്രീക്വൻസിക്കും അതൊരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് ഗെയിന് പ്രൊവൈഡ് ചെയ്യും. ഏത് ഫ്രീക്വൻസീൻ്റെ മുകളിലാണോ നമുക്ക് ഔട്ട്പുട്ട് ഹൈ ഗെയിൻ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നേരെ കട്ട് ഓഫ് ഫ്രീക്വൻസീൻ്റെ ഗെയിൻ സാധാരണ 70.7% ഓഫ് ദി പാസ് ബാൻഡ് ഗെയിൻ ആയിരിക്കും. പാസ് ബാൻഡ് ഗെയിൻ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി, നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈ ഫ്രീക്വൻസിൻ്റെ ഗെയിനിൻ്റെ 70.7% ആയിരിക്കും കട്ട് ഓഫ് ഫ്രീക്വൻസി. അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ കുറേ നേരം അതിലും കുറവായിരിക്കും ഗെയിൻ ഉണ്ടാവുള്ളൂ. അതേസമയം പാസ് ബാൻഡ് ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ 100% ആയിട്ടാണ് എടുക്കുന്നത്. നേരം അത്രയും ഹൈ ഗെയിൻ അതിന് കിട്ടും. ഓക്കെ, നേരം ഹൈ പാസ് ഫിൽറ്ററിനെ നമുക്കറിയാം രണ്ട് ടൈപ്പ് ഉണ്ട്: പാസീവ് ഹൈ പാസ് ഫിൽറ്റേഴ്സ് ആൻഡ് ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റേഴ്സ്. പാസീവ് ഹൈ പാസ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് മാത്രം യൂസ് ചെയ്യുന്നത്. പാസീവ് എലിമെൻറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹൈ പാസ് ഫിൽറ്റേഴ്സിനെയാണ് പാസീവ് ഹൈ പാസ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആംപ്ലിഫയർ സർക്യൂട്ടുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റേഴ്സ് എന്ന് പറയും. നേരെ ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റേഴ്സിൽ റെസിസ്റ്റേഴ്സ് ഉണ്ടാവും, കപ്പാസിറ്റേഴ്സ് ഉണ്ടാവും, കൂടാതെ ഒരു ആക്റ്റീവ് എലിമെൻ്റായിട്ട് ഒരു ഇതും ഉണ്ടാവും. ഓപ്പാമ്പ് പോലെയുള്ള സർക്യൂട്ടുകളുണ്ടാവും. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടുള്ള ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറും കൂടിയാണ്. അന്നേരം സാധാരണ ഒരു RC ഹൈ പാസ് ഫിൽറ്റർ ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടി ഉണ്ടാവും, ഓപ്പറേഷണൽ ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടുള്ള ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറും കൂടി ഉണ്ടാവും. അന്നേരം അതിന് പർട്ടിക്കുലർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മളൊരു RC റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലോ പാസ് ഫിൽറ്ററിൽ പറഞ്ഞതുപോലെ തന്നെ അതിന് ഗെയിനൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇതിന് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന് ശരിക്കും നമുക്ക് പാസ് ബാൻഡ് ഗെയിൻ നമുക്ക് കറക്റ്റായിട്ട് അസൈൻ ചെയ്യാൻ പറ്റും. ഇത്ര ഗെയിൻ എന്നുള്ള പോലെ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തിട്ട് സർക്യൂട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അന്നേരം ഇതിന് നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറും കൂടി RC നെറ്റ്വർക്കിൻ്റെ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഹൈ ഇമ്പിഡൻസ് ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ കൂടുതലായിരിക്കും. അതേസമയം ഔട്ട്പുട്ട് ഇമ്പിഡൻസ് കുറവായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ലോഡിൻ്റെ കൂടെയും ഈ സർക്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലോഡിനനുസരിച്ചിട്ടുള്ള ഒരു വേരിയേഷൻ ഒരിക്കലും ആക്റ്റീവ് ഫിൽറ്റേഴ്സിൽ കാണില്ല. പാസീവ് ഫിൽറ്റേഴ്സിലുണ്ടെങ്കിലും ആക്റ്റീവ് ഫിൽറ്റേഴ്സിൽ ലോഡിനനുസരിച്ചിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവില്ല. കാരണം ഇതുകൊണ്ടാണ് അതിന് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആണ്, ഹൈ ഗെയിൻ ആണ്. അതുകൊണ്ട് അത് സാധാരണ നമുക്ക് അതിൽ കാണാൻ പറ്റില്ല. അതിൽ നമുക്ക് ഏത് ലോഡിൻ്റെ കൂടെയും നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൽ സാധാരണ നമ്മൾ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗെയിൻ പോലെ തന്നെയാണ്. ഗെയിനായിട്ട് അങ്ങനെ നമ്മൾ ഫിൽട്ടർ സർക്യൂട്ടിൽ പറയാറില്ല. ഗെയിൻ എന്ന് പറയുന്നത് അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റിലേഷൻ ആയതുകൊണ്ടാണ്. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള ഒരു ചേഞ്ചാണ് വരുന്നത്. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ എന്നുള്ളത്. നമ്മൾ ഒരേ സൈഡിൽ തന്നെയുള്ള ക്വാണ്ടിറ്റികൾ തന്നെയാണ് റേഷ്യോ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഒരിക്കലും അത് ട്രാൻസ്ഫർ ആവില്ല.
അതേസമയം ഇൻപുട്ടും ഔട്ട്പുട്ടിലുള്ള ക്വാണ്ടിറ്റി തമ്മിലുള്ള ഒരു റേഷ്യോ ആണെങ്കിൽ അതിന് ട്രാൻസ്ഫർ ഫങ്ഷൻ എന്നാണ് പറയുക. നേരെ ഇവിടെ ട്രാൻസ്ഫർ ഫങ്ഷൻ എന്നാൽ നമ്മൾ എസ് ഡൊമൈനിലുള്ള ഫങ്ഷൻ ആക്കിയിട്ട് കാണിക്കുന്നതിന് അതിൻ്റെ ഗെയിനാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗെയിൻ എന്ന് പറയുന്നത് വി ഔട്ട് ഡിവൈഡഡ് ബൈ വീൻ ആണ്. വി ഔട്ട് ഡിവൈഡ് ബൈ വീൻ ആയിരിക്കും. ദെൻ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് അഗെയിൻ 2 ടൈപ്പ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 2 ടൈപ്പ് ഉണ്ട്. ബട്ടർവർത്ത് ഫിൽറ്റേഴ്സ് ആൻഡ് ചെബിഷേവ് ഫിൽറ്റേഴ്സ്. ബട്ടർവർത്ത് ഫിൽറ്റേഴ്സ് ആകുന്നേരം പാസ് ബാൻഡിൽ ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരിക്കും, സ്റ്റോപ്പ് ബാൻഡിലും ഫ്ലാറ്റ് റെസ്പോൺസ് ആയിരിക്കും ഉണ്ടാവുക. അതേസമയം ചെബിഷേവ് ഫിൽറ്റേഴ്സിൽ സ്റ്റോപ്പ് ബാൻഡിൽ ഫ്ലാറ്റ് റെസ്പോൺസ് ഉണ്ടാവും, അതുപോലെ തന്നെ പാസ് ബാൻഡിലും ഫ്ലാറ്റ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടും ചെബിഷേവ് പല ടൈപ്പ് ഫിൽറ്റേഴ്സ് ഉണ്ട്. അന്നേരം അവിടെ റിപ്പിൾ ഉണ്ടാവും, ഫ്ലാറ്റ് ആയിരിക്കില്ല. ഒരു സാധാരണ നമ്മളെ ബട്ടർവർത്ത് ഫിൽറ്ററിൽ റെസ്പോൺസ് സ്ട്രെയിറ്റ് ആണെങ്കിൽ മറ്റേതിൽ ചെബിഷേവിൽ വരുന്നത് അവിടെ ഇങ്ങനെ ഒരു റിപ്പിൾ പോലെ ആയിരിക്കും അവിടെ വരുന്നത് ഉണ്ടാവുക. റെസ്പോൺസ് ഫ്രീക്വൻസി റെസ്പോൺസിൽ തന്നെ റിപ്പിൾ പോലെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെയുള്ള ഫിൽറ്റേഴ്സിനെയാണ് നമ്മൾ ചെബിഷേവ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം RC ഫിൽറ്റേഴ്സിൻ്റെ നമ്പർ ഓഫ് RC നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് RC സ്റ്റേജസ് കൂട്ടിയിട്ട് നമുക്ക് ഐഡിയൽ റെസ്പോൺസിൻ്റെ അടുത്തേക്ക് നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റും. അന്നേരം ഐഡിയൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം. ഐഡിയൽ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കേസിൽ ഐഡിയൽ റെസ്പോൺസ് ഇങ്ങനെയാണ് വരിക. ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഐഡിയൽ റെസ്പോൺസ് ഇങ്ങനെയാണ്. അതേസമയം നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ഇങ്ങനെയായിരിക്കും. ഇനി നമ്പർ ഓഫ് RC നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ഹൈ പാസ് ഫിൽറ്റർ ആകുന്നേരം ഒരു കപ്പാസിറ്റർ, റെസിസ്റ്റർ. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു കപ്പാസിറ്റർ, റെസിസ്റ്റർ. അങ്ങനെ നമുക്ക് എത്ര സ്റ്റേജ് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇങ്ങനെ നമ്പർ ഓഫ് സ്റ്റേജസ് കണക്ട് ചെയ്യും തോറും ഇതിൻ്റെ റെസ്പോൺസ് ഏതിനോട് അടുത്തടുത്ത് വരും? ഇതിനോട് ഐഡിയൽ റെസ്പോൺസിന് അടുപ്പിച്ചിട്ട് വരും. അന്നേരം ഒറ്റ RC നെറ്റ്വർക്ക്സ് മാത്രമാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മൾ റെസ്പോൺസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് ഇത് കൂട്ടുന്തോറും ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് ഇതിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ദ ഫിൽട്ടർ എന്ന് പറയുന്നത്. എത്ര നമ്പർ ഓഫ് RC നെറ്റ്വർക്ക് യൂസ് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ ഒറ്റൊന്ന് മാത്രമേ യൂസ് ചെയ്യുന്നെങ്കിൽ ഓർഡർ ഓഫ് ദ ഫിൽട്ടർ വിൽ ബി 1. 2 സ്റ്റേജ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അന്നേരം ഓർഡർ ഇൻക്രീസ് ചെയ്യും തോറും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ശരിക്കും ഓർഡർ ഓഫ് ദ ഫിൽട്ടർ കൂടുന്തോറും അതിൻ്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സിനോട് അടുപ്പിച്ചായിരിക്കും അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവും, ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഇനി ഈ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് തന്നെ പല ഓർഡറുകളുണ്ട്. പറഞ്ഞതുപോലെ പല ഓർഡർ ഉണ്ടാവും. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, അങ്ങനെ ഒരു ടൈപ്സ് ഉണ്ട്. ടൈപ്സ് എന്ന് പറയുന്നത് ഹൈ പാസ് ഫിൽറ്റർ, ലോ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ, ബാൻഡ് സ്റ്റോപ്പ് ഫിൽറ്റർ എന്നെല്ലാം പറഞ്ഞിട്ട് പല ടൈപ്പ് ഇതുണ്ടാവും. ഇനി ഒറ്റ RC നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. സാധാരണ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എടുക്കുന്നത് ഒരു സിംഗിൾ സ്റ്റേജ് RC നെറ്റ്വർക്ക് വിത്ത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ RC നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നത്. ഇതാണ് സർക്യൂട്ടിൽ ശ്രദ്ധിക്കുക. നമ്മൾ RC നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ നേരെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഈ RC നെറ്റ്വർക്കിലേക്കാണ് നമ്മൾ ഇൻപുട്ട് Vin കൊടുക്കുന്നത്. Vin അപ്ലൈ ചെയ്യുന്നത് RC നെറ്റ്വർക്കിലേക്കാണ്. നേരം RC നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മൾ നേരിട്ട് പോസിറ്റീവ് ടെർമിനലിലേക്ക് കൊടുക്കുകയാണ്. ദെൻ RF ആൻഡ് R1 ആർ യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ഗെയിൻ. നമുക്കറിയാം RF 1 + RF / R1 ആണ്
നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അന്നേരം ഒരു പർട്ടിക്കുലർ ഗെയിൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ഈ സർക്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ Vin എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. വി ഔട്ട് എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ദെൻ RF ആൻഡ് R1 എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഫീഡ്ബാക്ക് റെസിസ്റ്റേഴ്സ് ആയിരിക്കും. ഫീഡ്ബാക്ക് റെസിസ്റ്റേഴ്സ് ആൻഡ് ഗെയിൻ പ്രൊവൈഡിങ് റെസിസ്റ്റേഴ്സ് ആയിട്ട് അത് വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ 1 + RF/R1 ആയിരിക്കും ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. നേരം ഇതിൽ ഒരൊറ്റ RC നെറ്റ്വർക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഇതിന് ഫസ്റ്റ് ഓർഡർ RC ലോ പാസ് ഫിൽട്ടർ എന്ന് പറയാം. ഇനി ലോ ഫ്രീക്വൻസി സിഗ്നൽ നമ്മൾ ഈ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഈ സർക്യൂട്ടിൽ നമ്മൾ ലോ ഫ്രീക്വൻസി സിഗ്നലാണ് അപ്ലൈ ചെയ്യുന്നതെന്നിരിക്കുക. ലോ ഫ്രീക്വൻസി സിഗ്നൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 0 മുതൽ, ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 മുതൽ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു 20 kHz ഹൈ പാസ് ഫിൽറ്റർ ആണെങ്കിൽ 0 മുതൽ 20 kHz വരെ, 20 kHz വരെയുള്ള ഫ്രീക്വൻസിക്ക് ഈ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. കാരണം നമുക്കറിയാം X = 1/2πfc ആണ്, 1/2πfc ആണ്. അന്നേരം ഇതിൽ ഫ്രീക്വൻസി കുറേ നേരം കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നത്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇവിടെയുള്ള കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വരുന്ന കറണ്ട് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. കുറഞ്ഞ വോൾട്ടേജ് മാത്രമേ എവിടെ എത്തുള്ളൂ, A എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് എത്തുള്ളൂ. ഇല്ല, ലോ ഫ്രീക്വൻസി ആകുന്നേരം. ഹൈ ഫ്രീക്വൻസി ആകുന്നേരം നേരെ ഓപ്പോസിറ്റാണ്. ഹൈ ഫ്രീക്വൻസിക്ക് ഇത് എന്താ ചെയ്യുന്നത്, കപ്പാസിറ്റർ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്, ഷോർട്ടായിട്ട് ആക്ട് ചെയ്യും. എല്ലാ വോൾട്ടേജും എവിടെയാണ് ഉണ്ടാവുക, ആറിന് അക്രോസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് തന്നെ വളരെ കൂടുതലാണ്. പിന്നെ അതിന് ഗെയിനും കൂടി കിട്ടുവാണെങ്കിൽ ഹൈ ഗെയിൻ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഇത് ലോ ഫ്രീക്വൻസി സിഗ്നലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന് ഗെയിൻ വളരെ കുറവായിരിക്കും. ഈ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ എത്തുന്ന സിഗ്നലും വളരെ കുറവാണ്. കാരണം അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ RC നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് ഒരു ഹൈ പാസ് ഫിൽറ്ററായിട്ടാണ് ആക്ട് ചെയ്യുക. ഹൈ പാസ് ഫിൽറ്റർ ആണെന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിനെ അത് ബ്ലോക്ക് ചെയ്ത് കളയും. ഹൈ ഫ്രീക്വൻസി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ഔട്ട്പുട്ടിൽ കിട്ടുള്ളൂ. ഹൈ ഫ്രീക്വൻസി ആണ് കൊടുക്കുന്നതെങ്കിൽ കപ്പാസിറ്റർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക, ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. മുഴുവൻ സിഗ്നലും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും ഹൈ ഫ്രീക്വൻസി റേഞ്ചിൽ. സമയം ലോ ഫ്രീക്വൻസിയിൽ വളരെ കുറഞ്ഞ ഗെയിൻ മാത്രമേ കൊടുക്കുള്ളൂ. ഇതാണ് ഹൈ പാസ് ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവും 2 റീജിയൻ ഉണ്ട്, സ്റ്റോപ്പ് ബാൻഡ് ആൻഡ് പാസ് ബാൻഡ് റീജിയൻ. പാസ് ബാൻഡ് റീജിയനിൽ ഹൈ ഗെയിൻ ആയിരിക്കും, സ്റ്റോപ്പ് ബാൻഡ് റീജിയനിൽ ഗെയിൻ വളരെ കുറവായിരിക്കും. ഗെയിൻ കൂടി വന്നിട്ട് കട്ട് ഓഫ് ഫ്രീക്വൻസി ആകുന്നേരം ഗെയിൻ 70.7% എത്തും. പിന്നെ പാസ് ബാൻഡിലെല്ലാം ഹൈ ഗെയിൻ ആയിരിക്കും. ഇതാണ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഗെയിനിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണ് ഇതിൽ ലോ ഫ്രീക്വൻസി ലോ പാസ് ഫിൽറ്ററിൽ. ഇതിൽ നമ്മൾ അതിൻ്റെ ഫൈനൽ നമുക്കിതേ ആവശ്യമുള്ളൂ, ഫൈനൽ ഇക്വേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ഫ്രീക്വൻസിയിൽ നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഹൈ പാസ് ഫിൽറ്ററിൻ്റെയും വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഇവിടെ നമുക്ക് AV = Vout/Vin = AF × VF/FC whole divided by √1 + F/FC². നേരെ ഇവിടെ FC എന്ന് പറയുന്നത് കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്, F എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാളും കുറഞ്ഞാൽ ഗെയിൻ വളരെ കുറവായിരിക്കും, കൂടുതലാണെങ്കിൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. നേരെ കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് അനുസരിച്ചിട്ടാണ് ഫ്ലാറ്റ് റെസ്പോൺസൊക്കെ എല്ലാ ഫിൽറ്റേഴ്സിനും വരിക.
ഓക്കെ. ഇനി ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇത് കട്ട് ഓഫ് ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് FC = 1/2π RC ആണ്. നമ്മൾ റെസിസ്റ്ററില്ലേ, റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ യൂസ്ഡ് ഇൻ RC നെറ്റ്വർക്ക്. ഓപ്പാമ്പിൻ്റെ മുന്നേയുള്ള റെസിസ്റ്റർ ആൻഡ് നെറ്റ്വർക്കിൻ്റെ അതിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് നമുക്ക് FC കണ്ടുപിടിക്കാം. ദെൻ ഇപ്പോൾ ഫ്രീക്വൻസി ലെസ് ദാൻ FC ആണെങ്കിൽ, കട്ട് ഓഫ് ഫ്രീക്വൻസിനേക്കാൾ വളരെ കുറവാണെങ്കിൽ അതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിന് കൊടുക്കുന്ന ഗെയിൻ വളരെ കുറവായിരിക്കും. എഫ് ഇല്ല, എഫിനേക്കാളും വളരെ കുറഞ്ഞ ഗെയിൻ മാത്രമേ നമുക്ക് ഇൻപുട്ടിൽ കിട്ടുള്ളൂ ലോ ഫ്രീക്വൻസി സിഗ്നലിന്. അതേസമയം കട്ട് ഓഫ് ഫ്രീക്വൻസി സിഗ്നലിന് നമുക്ക് കിട്ടുന്നത് എഫിൻ്റെ 70.7% ഓഫ് ഗെയിൻ ആയിട്ടായിരിക്കും കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് കിട്ടുക. ഇനി വെരി ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഗെയിൻ വളരെ കൂടുതലായിരിക്കും. ഇൻപുട്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വെരി ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ വളരെ കൂടുതലാണ്. ദെൻ അതിൻ്റെ ഗെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Vout/Vin = AF. ഹൈ ഗെയിൻ ആയിരിക്കും കിട്ടുക. ഈ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്ന നേരം ലോ ഫ്രീക്വൻസി സിഗ്നൽ നമ്മളിങ്ങനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാമെന്നിരിക്കാം. ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ സിഗ്നലിന് ആദ്യം വളരെ കൂടുതൽ അറ്റുനേഷൻ ആയിരിക്കും. ദെൻ അറ്റുനേഷൻ കുറഞ്ഞ് കട്ട് ഓഫ് ഫ്രീക്വൻസി അന്നേരം 70.7% ഓഫ് AF ഉണ്ടാവും. പിന്നെ പാസ് ബാൻഡ് ഫ്രീക്വൻസിക്ക് ഇത് ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യും. എന്നാൽ അപ്പോൾ ഉണ്ടാകുന്ന ഗെയിൻ എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും തോറും ഫ്രീക്വൻസി ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ കൂട്ടിക്കൊണ്ടിരിക്കും തോറും നമുക്കത് കിട്ടുക പാസ് ബാൻഡിലായിരിക്കും. പക്ഷേ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി കഴിഞ്ഞാൽ പിന്നെ അത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അതിൻ്റെ ഗെയിൻ ഉണ്ടാവും. ഇറ്റ് ഈസ് എന്നാൽ ഹൈ ഫ്രീക്വൻസി, ഏറ്റവും കൂടുതലുള്ള ഫ്രീക്വൻസി ഏത് കൊടുക്കാം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ഓപ്പറേഷൻ ആംപ്ലിഫയർ ആണ്. ക്ലോസ്ഡ് ലൂപ്പ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി ഒപ്പാമ്പാണ് ഹൈ ഫ്രീക്വൻസി റേഞ്ച് എത്രയുണ്ട് എന്നുള്ളതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, നേരെ ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത് 2 സെക്ഷൻ ഉണ്ട്. ആക്റ്റീവ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്ന 2 സെക്ഷൻ ഉണ്ട്. ഒന്ന് സിമ്പിൾ RC നെറ്റ്വർക്കും ദെൻ ബട്ടർവർത്ത് ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടും ഉണ്ടാകും. നേരെ ഈ സർക്യൂട്ടിൽ ഹൈ പാസ് ഫിൽറ്റർ ആയതുകൊണ്ട് ലോ ഫ്രീക്വൻസിക്ക് ഗെയിൻ വളരെ കുറവായിരിക്കും. കട്ട് ഓഫ് ഫ്രീക്വൻസിക്ക് 70.7% ഗെയിൻ ആയിരിക്കും. ദെൻ ഹൈ ഫ്രീക്വൻസിക്ക് അത് കൊടുക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പാസ് ബാൻഡ് ഗെയിൻ ആയിരിക്കും ഉണ്ടാകും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഹൈ പാസ് ഫിൽറ്റർ എന്നുള്ള സെക്ഷനിൽ പഠിക്കാനുള്ളൂ. താങ്ക് യു.